ആമച്ചി പിന്നെ ആ തൊമ്മനോട് പറ മുട്ടയിലപ്പടി കാട്ടോ കഴുകി കറി വെച്ച് തരാമെന്ന് പറയടാ. എന്റെ അമ്മച്ചി ഞാൻ വന്നിട്ട് കഴുകിത്തരാന്ന്. ഇനി എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫോണിൽ ചാർജ് ഇല്ലെന്ന്. കുറച്ച് താറാവിനെ മേടിച്ച് വളർത്താൻ പറയടാ. നല്ല ഫ്രഷ് മുട്ട കിട്ടുമല്ല. വരുന്ന നീ ആ കുമാരന്റെ കടയിൽ നിന്ന് 5 കിലോ ചായപ്പൊടി മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലേ അമ്മച്ചി, ഫോണിൽ ചാർജ് ഇല്ലെന്ന്. ഈ പെണ്ണും പിള്ളക്ക് ഇത് എന്തിന്റെ കേടാണ് വയസ്സാം കാലത്ത്? സ്വന്തം വീട്ടിൽ നിന്നുള്ള വോട്ട് പോലും കിട്ടൂല. മോളെ, ആശാന്റെ മനസ്സിന്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞു വരുവാന്നാ ഡോക്ടർമാര് പറഞ്ഞത്. കടുങ്കാപ്പിയുടെ കടുപ്പം സ്വല്പം ഒന്ന് കൂടിയാ വരെ പ്രശ്നമാ. ഈ ഒരവസ്ഥയിൽ നമ്മൾ വേണ്ടേ ആശാന്റെ മനസ്സിന് ഒരു ഇച്ചിരി ആശ്വാസം കൊടുക്കാൻ? പങ്കനിത് എന്നെ അറിഞ്ഞോണ്ടാ ഇപ്പം തന്നെ ടൈറ്റ് ഷെഡ്യൂളിലാണ് കാര്യങ്ങൾ പോണേ. എൻ്റെ ഇൻസ്റ്റ FB ഒക്കെ നോക്കാൻ തന്നെ ഇപ്പം വേറൊരാളെ വെക്കേണ്ട അവസ്ഥയാണ്. ഒരു ദിവസം തന്നെ ഒരു 10,000 മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം. ഹോ, പോരാത്തിന് കമൻസും. നോക്കിക്കേ, ആ മഞ്ജുവാരിയുടെ അപ്ലോഡ് ചെയ്യേണ്ട തിരക്കാ. ആ ശലമോനുള്ളതുകൊണ്ടാണ് ഞാനൊന്ന് പിടിച്ചു നിൽക്കുന്നത്. എൻ്റെ വിഷമമൊക്കെ ഞാൻ ആരോട് പറയാനാ? കൊള്ളാവുന്ന വല്ല സിനിമാക്കാരുടെ ആലോചന വന്നാൽ ഞാനങ്ങ് കെട്ടിപ്പൊക്കോളാം. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാ അത് ശരിയാവൂല പങ്ക. മോളെ, അതെ, പിന്നെ സിനിമാക്കാര് കുറെ വരും. മാട്രിമോണിയൽ ഇട്ടിട്ടേ 1.5 കൊല്ലായി. ഇവളുടെ ഒടുക്കത്തെ തള്ളു കാരണം കൊള്ളാവുന്ന തറവാട്ടിൽ നിന്ന് ഒരു ആലോചന ഇന്നേ വരെ വന്നിട്ടില്ല. അല്ല, സ്റ്റെപ്പിൽ കൂടെ ചാടി കയറി പെട്ടെന്ന് തീരുമാനം എടുക്കല്ലേ. ഇതേ ഫാൻസിനോടൊക്കെ ആലോചിച്ച് നല്ലപോലെ സമയമെടുത്ത് നാളെ രാവിലെ തന്നെ പറഞ്ഞാൽ മതി മക്കളെ. എനിക്കാവും പോലെയൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ കാലത്തോടെ പഴുക്കാപ്പള്ളി എന്നുള്ള പേരങ്ങ് മാഞ്ഞു പോകുന്നെങ്കിൽ പിന്നെ ഞാൻ എന്നാ പറയാനാ? ചേട്ടോ, ഈ പഴംപുരയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വല്ലതും ചേട്ടന് ഓർമ്മയുണ്ടോ? 1965 ആഗസ്റ്റ് 8 അല്ലായിരിക്കും. അതിനെല്ലാം കൂടി ഒരു മ്യൂസിയം ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ആയുള്ള മ്യൂസിയം ഇതല്ലേ? 7 രൂപയുടെ ചായയും കുടിക്കും, 700 രൂപയുടെ ഡയലോഗും കേൾക്കണം. ഈ ചായ ഇവിടെ വന്ന് കുടിക്കുന്ന ചായക്കാശി വണ്ടിക്കൂലി ഇങ്ങോട്ട് തരണം. അത് ശരിയാ. നാളെ ഈ നാടറിയപ്പെടാൻ പോകുന്നത് ജിജിയുടെ പേരിലായിരിക്കും. അത് ശരിയാണ്. എന്റെ പൊന്ന് സിബി, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാ. അതിനൊരു മാറ്റമല്ല മോനെ.